ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ പങ്കെടുത്തവരിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായതും ജനപിന്തുണ നേടിയ 2 മത്സരാർത്ഥികളാണ് രേണുസുധിയും ജിസേൽ തക്കാലും. 30 ദിവസത്തോളം ബിഗ് ബോസ് ഹൗസിൽ നിന്ന ശേഷം ഇനി തനിക്ക് തുടരാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ് അണിയറപ്രവർത്തകരോട് ആവശ്യപ്പെട്ട് രേണുസുധി സ്വമേധയാ ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു വരികയായിരുന്നു. ജനപിന്തുണ കുറവ് മൂലമാണ് രണ്ടാഴ്ച മുമ്പ് ജിസേൽ ഷോയിൽ നിന്നും പുറത്തായത്. ഈ സീസണിലെ ഡീസന്റ് ഗെയിമർ ടാഗാണ് ജിസേലിന് പ്രേക്ഷകർ നൽകിയതും. ഹിന്ദി ബിഗ് ബോസിൽ പങ്കെടുത്ത പരിചയവുമായിട്ടാണ് ജിസേൽ ബിഗ് ബോസ് മലയാളത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ജിസേലിന്റെ ഒരു ഡാൻസ് വീഡിയോ ആണ് ചർച്ചയാകുന്നത്. ശ്രീലങ്കയിൽ ഒരിടത്ത് നൃത്തം ചെയ്യുന്ന ജിസേലിന്റെ വീഡിയോ ആണ് വൈറലാകുന്നത്. താരം മഞ്ഞ നിറത്തിലുള്ള സ്കേർട്ടും ബ്ലൗസുമാണ് അണിഞ്ഞിരിക്കുന്നത്. വീഡിയോ വൈറലായതോടെ ജിസേൽ ബാർ ഡാൻസ് ചെയ്യുന്നത് പോലെ തരത്തിലാണ് പ്രചാരണം. ദുബായിൽ ബാറും റെസ്റ്റോറൻറ്റും കൂടി ചേർന്ന പാപ്പിലോണിൻ്റെ പ്രൊമോഷനായി പോയ പാട്ടുപാടിയതും നൃത്തം ചെയ്തതിനും രേണുസുധിയെ പരിഹസിച്ച് ബാറിൽ അല്പവസ്ത്രധാരിയായ ജിസേലിനെ നൃത്തം ചെയ്തപ്പോൾ ആസ്വദിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലും കമൻറ്റുകളുണ്ട്. ജിസേലിനൊപ്പം നൃത്തം ചെയ്യുന്ന മറ്റു പെൺകുട്ടികളെയും കാണാം. ബാർ തന്നെയാണോ ജിസേൽ ഡാൻസ് ചെയ്യുന്നതെന്ന് വ്യക്തമല്ല. ജിസേൽ നൃത്തം ചെയ്യുന്ന സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ട് കണ്ടാണ് അങ്ങനെയൊരു നിഗമനത്തിൽ പ്രേക്ഷകരും എത്തിയത്. റീനു മര്യാദയ്ക്കുള്ള ഡ്രസ്സിട്ട് ഒന്ന് ഡാൻസ് കളിച്ചപ്പോൾ എന്ത് മോശമായിട്ടാണ് കമൻറ്റുകൾ വന്നത്. ഇപ്പോൾ ജിസേൽ അല്പവസ്ത്രം ധരിച്ച് നൃത്തം ചെയ്തിട്ട് മലയാളി അത് ആസ്വദിക്കുന്നു, പ്രശംസിക്കുന്നു. എല്ലാത്തിനും ഡബിൾ സ്റ്റാൻഡാണ് മലയാളികർക്ക്. രേണുസുതി ബാറിൽ ഡാൻസ് കളിച്ചാൽ ഓഹോ, ജിസേൽ ബാറിൽ ഡാൻസ് കളിച്ചാൽ ആഹാ. രേണുസുതി കളിച്ചാൽ ചോദിക്കും നിനക്ക് സുധിച്ചേട്ടനെ ഓർത്തുകൂടെ എന്ന്. ജിസേൽ കളിച്ചാൽ പറയും ക്യൂട്ടാണെന്ന്. രേണുവിനുള്ള ശോകമാണല്ലോ നിന്റെ അവസ്ഥയെന്ന് പറയുമ്പോൾ ജിസേൽ സൂപ്പർ ലുക്കാണെന്ന് പറയുന്നു എന്നാണ് കമൻറ്റുകൾ. അതേസമയം ബിസിനസ്സും ലക്ഷ്യങ്ങളുടെ സമ്പാദ്യമുള്ള ജിസേൽ എന്തിന് ബാറിൽ നൃത്തം ചെയ്യുന്നു സംശയം ചിലർക്കുണ്ട്. ജിസേൽ അവിടെ എന്താണ് ചെയ്യുന്നതെന്നത്.